ഹലോ വന്യൂസിൽപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഫുൾ ഫ്ലൈറ്റിലാട്ടോ. 8 മണിക്കൂർ ഫ്ലൈറ്റ് ജേണി. ചെറിയൻ പുഴുവിൻ്റെ കൂടെയുള്ള 8 മണിക്കൂർ ഫ്ലൈറ്റ് ജേണി. എന്നെ ഫുള്ള് ഞാൻ എന്നെ ഫുള്ള് അവിടെ നിന്ന് വരെ ചീത്തയായിരുന്നു. അവിടേക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. UK നിന്ന് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് എത്തിഹാദിലാണ് ഞങ്ങൾ പോകുന്നത്. അതിനകത്ത് വിശേഷങ്ങൾ ഇയാളെ കാണിക്കണ്ട. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിമാനയാത്രാ വിശേഷങ്ങൾ കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ അറിയുന്ന മലയാളികളെ എന്നെ അറിയുന്നവരാ. ജോൺസന്റെ ഇങ്ങനെ ചീത്ത പറഞ്ഞു കൊടുക്കുന്നിട്ട് അവരൊക്കെ എന്നെ നോക്കുക. ഞാൻ അവിടെ നോടി മാറി. എന്താ ഡ്യൂട്ടി ഫ്രീ കയറി മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് അതിന് 1/2 മണിക്കൂർ കളഞ്ഞല്ലോ. ജോൺസന്റെ കാരണം എനിക്ക് ലോഞ്ചിൽ പോകാൻ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ആട്ടോ കാണിച്ചത്. വിമാനയാത്രയുടെ സുരക്ഷിതത്വം മുൻനിർത്തിയുള്ള സേഫ്റ്റി ഗൈഡൻസ് ആണ്. സേഫ്റ്റി ഇൻഫർമേഷൻ. ഇതുണ്ടോ ഞങ്ങൾക്ക് ഫ്ലൈറ്റിലൊരു ബ്ലാങ്കറ്റ്, ഒരു പില്ലോ, പിന്നെന്താണ് അത് കാണിക്കും, ഹെഡ്ഫോൺ, ഹെഡ്സെറ്റ്, ഇത്രയും കിട്ടിയിട്ടോ. ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ട് പോകണം. എടുത്തോണ്ട് പോകരുത് കേട്ടോ. ഹെഡ്സെറ്റ് വരെ കൊണ്ടുപോവാം, പക്ഷെ നമുക്ക് വേണ്ട. ഇതൊന്നും എടുത്തോണ്ട് പോകരുത്, ഇവിടെ വെക്കണം. കൊണ്ടുപോയാലും അവരൊന്നും ചോദിക്കൊന്നുമില്ല, എച്ചികളാന്ന് വിചാരിച്ചോളൂ. പിന്നെ അതെ ഈ ഒരു പൗച്ച് കേട്ടോ. അതിനകത്ത് നമ്മൾ ഐപാഡ് കണ്ണിൽ ഇതാക്കാം. പിന്നെ ചെവിയിൽ വെക്കാൻ ഒരു പഞ്ഞിയുണ്ട്. മൂക്കിൽ വെച്ചോ. അല്ല ഇങ്ങനെയാണ് എൻ്റെ താമസിയാതെ മൂക്കിൽ വെക്കേണ്ടി വരും. എൻ്റെത് മൂക്കിൽ വെക്കേണ്ടി വരും താമസിയാതെ. ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങിയിട്ടോ. അവിടെ എയർപോർട്ട് ലോഞ്ചിൽ കയറി. ഇവിടെ ഒത്തിരി ഫുഡുകളുണ്ട്. നമുക്ക് 2 രൂപയ്ക്ക് കാർഡ് ആക്സസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒത്തിരി ഫുഡുണ്ട്, എടുത്ത് കഴിക്കട്ടെ കേട്ടോ. കാണിച്ചു തരാം ഫുഡ്. കുറേ സാധനം എടുത്ത് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് അധികം സമയമല്ലേ, പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് പോകണം. അവിടെ കുറേ സാലഡ്സും എല്ലാം ഉണ്ട്. ഞാൻ ഇത്രയും ഫുഡ് എടുത്തോട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പാസ്തയൊക്കെ 1 മണി ആയിട്ടുണ്ടല്ലോ. അടിപൊളി ഫുഡുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ. അമ്മ ഞങ്ങളെ കൂട്ടാ വന്നു കേട്ടോ. പക്ഷെ ജലദോഷമൊക്കെ ആയിട്ട് വയ്യ. കുറേ പേര് ചോദിച്ചു മൂക്കിൻ്റെ ഓട്ട. നിങ്ങളെന്തിനാ എൻ്റെ മൂക്കിൻ്റെ ഓട്ടേനെ പറ്റി ബോധമുണ്ടാവുന്നത്? ഞാൻ ആയിക്കോളേ, പിന്നെ എൻ്റെ അമ്മ ആയിക്കോളേ. മാനുഫാക്ചറിങ് ഡിഫക്ട്സ് അത്രേ പറയുള്ളൂ. അപ്പോൾ എത്തി. ഇനി പോയിട്ട് ചോറും കുളിക്കണം, ചോറും കറിയൊക്കെ കഴിക്കണം. എനിക്ക് വീഡിയോ ആണോ കളാഞ്ചി വറുത്തത്, കാളാഞ്ചി മുളകിട്ടത്, ഇതൊന്നും എനിക്ക് കേൾക്കാത്ത. അവിടെ നിന്ന് നല്ല ഫുഡ് കഴിച്ചില്ല അതുകൊണ്ട്. പിന്നെ എന്താ പറയാ വന്നെ, ഒരു വീഡിയോ അവിടുന്ന് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇവിടെ നിന്ന് വേണം ഇനി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ചുണ്ടൊക്കെ കണ്ടോ, കമ്പനി എന്തെല്ലാം കാണാൻ കിടക്കും. അങ്ങനെ ഇതേ നമ്മൾ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയിട്ടോ. ഇത് ചേച്ചീൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇത് ഞങ്ങളുടെ കമ്പനി റെൻറ്റിന് എടുത്താട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു അന്ന ചേച്ചി എറണാകുളത്ത് ഫ്ലാറ്റ് വാങ്ങിയെന്ന്. അല്ല, ഞങ്ങളുടെ കമ്പനി റെൻറ്റിന് എടുത്തതാണ്. പുതിയ ഫ്ലാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. അമ്മ എന്തോ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ആനിയ വെച്ചേ അവിടെ വെച്ചിട്ടുണ്ടെന്ന് കൂർക്കല് മെഴുക്കുവരട്ടിയൊക്കെ ആയോ? പാനില്ലായിരുന്നു അല്ലേ ഉണ്ടാക്കാൻ? ചോറ്, മീൻ വറ്റിച്ചത്. ഒന്നും പറയണ്ട, കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം കഴിക്കാൻ. കുറച്ചു നേരം കിടക്കട്ടെ പറ്റിയേ.
ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആശ്വാസം. പിള്ളേരുടെ കുറേ സാധനങ്ങൾ പാരൻസിന് തന്നതൊക്കെ കൊടുക്കാണ്ട്. എൻ്റെ അമ്മ ജാക്കറ്റാണ് പെരുമാറാൻ അത്രയും കഷ്ടം. കണ്ട എത്ര ജാക്കറ്റുകൾ കിടക്കുന്നു. ജാക്കറ്റും കൊണ്ട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ ചൂടെടുക്കുക. തണുപ്പത്ത് പണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന് വന്നിട്ട് ചൂടെടുക്കുന്നുണ്ട്. അയ്യോ അമ്മ നല്ല തണുപ്പല്ലായിരുന്നു അവിടെ. നമ്മളിവിടെ ഇന്ത്യ മൊത്തം AC ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജാക്കറ്റ് എൻ്റെ അമ്മോ. ഇവിടെയാണ് ആവശ്യത്തിന് കാര്യങ്ങളല്ല. നല്ല മീൻമുളകിട്ടതും മാന്തൾ വറുത്തതും ചോറുണ്ട്. കുറച്ച് വീഡിയോ ലാഗായി പോയി കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്തു. ഉള്ളു നരച്ചിരിക്കുകയായിരുന്നു, ഒന്ന് ഡൈ ചെയ്തു. പിന്നെ ഒരു മസാല ദോശ കഴിക്കാൻ അമ്മേനെയും കൂട്ടി വന്നു കേട്ടോ. അത് കാണിക്കാനാണ് ഇപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. കാണിച്ചത് ഇങ്ങനെ നല്ല ചൂട് ചൂട് ദോശ. നല്ല പഴംപൊരി. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കൊല്ലത്തെത്തി കേട്ടോ. നമ്മള് ജില്ലകൾ താണ്ടി ഓഫീസ് മീറ്റിങ്ങിന് വന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് എടുത്ത് തന്നവൻ നമ്മളോട് പറഞ്ഞത് പണ്ട് മമ്മൂട്ടി കിടന്ന ഹോട്ടലാന്നൊക്കെയാണ്. അറിയില്ല കേട്ടോ. എന്തായാലും മമ്മൂട്ടി താമസിച്ച ഹോട്ടലിൽ ഞങ്ങൾ. എനിക്ക് കുറച്ചായിട്ട് നല്ല ക്ഷീണം കേട്ടോ. അപ്പോൾ അതായത് UK നിന്ന് വന്നത് ഞാൻ നല്ല പനിയൊക്കെ പിടിച്ചിട്ടാണ് വന്നത്. നല്ല പനിയെന്ന് വെച്ചാൽ മുട്ടക്കാട്ടും പനിയാണ്. പിന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓളത്തിന് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. വയ്യ പനിക്കുന്നു. അപ്പോൾ ഓക്കെ, എനിവേ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്നൂസ്. തിന്നു തിന്നുകൊണ്ടേയിരിക്കും. ബൈ.